الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يستر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره فقد قال رسول الله صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد شفيعنا رسول الله. പണ്ട് ഇറാഖിലെ ഒരു നഗരത്തിൽ പാവപ്പെട്ട അസറിൻ മോനായി വീട്ടിൽ പനിപതി പോലൊരു താൺകുഞ്ഞ് ചേലിൽ. പണ്ട് ഇറാഖിലെ ഒരു നഗരത്തിൽ പാവപ്പെട്ട അസറിൻ മോനായി വീട്ടിൽ പനിമതി പോലൊരു താൺകുഞ്ഞു ചേലിൽ. ചേലോടെ പിറന്നല്ലോ ആസറിൻ പൊന്നും മോനായി. ദേശയിൽ പൊലിവോടെ വളരുന്നു നബി ഇബ്രാഹിം. ദേശയിൽ പൊലിവോടെ വളരുന്നു നബി ഇബ്രാഹിം. ഇറയോന്റെ ഒരു പിടി പരീക്ഷണം ജയിച്ചുള്ളോരേ ഇലാഹിന്റെ സലാമത്തിലണഞ്ഞുള്ള നബി ഇബ്രാഹിം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ശഅബാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും പരിശുദ്ധമായ ഈ ദിവസത്തിന്റെയും സുന്ദരമായ ഈ മാസത്തിന്റെയും വരാനിരിക്കുന്ന റമദാനിന്റെയും എല്ലാം ബറക്കത്ത് കൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മുഴുവൻ ദീനി സ്നേഹികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണം റഹ്മാനെ. പ്രിയമുള്ളവരെ, വളരെ ഒരു പുണ്യം ചെയ്ത ഒരു വ്യക്തി നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയി. നമുക്കെല്ലാം വളരെ സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു കരോടാൻ മാമൂഞ്ഞ് മുഹമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ആ സഹോദരൻ. വളരെ ഭാഗ്യവാനാണ്. ജീവിതത്തിൽ ഈ വെണ്ടുവഴി മഹല് വിട്ടു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, ജീവന് തുല്യം സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കയ്യിലെപ്പോഴും ഒരു തോർത്തുണ്ടാവും, തലയിൽ ഒരു ടവൽ ഉണ്ടാവും. ഹദ്ദാദിന് എല്ലാവരും പോയാലും എന്തെങ്കിലും തിരക്കുണ്ടെങ്കിലും ഹദ്ദാദിന് ഇവിടെ വന്നിരിക്കും. നല്ല ഭവ്യതയോടെ, അച്ചടക്കത്തോടെ നമ്മളോടെല്ലാം നല്ല യാത്ര പറഞ്ഞ് അദ്ദേഹം പോയതാണ്. നല്ല യാത്ര പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ്, അതുപോലെ അവരുടെ മരണപ്പെട്ടു പോയ കാരണവന്മാരുടെ ഖബറുകളെല്ലാം സന്ദർശിച്ച് വലിയ ഒരു യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുന്നത് പോലെ തന്നെ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി ഇരുന്നതാണ്. ആ മനുഷ്യൻ മക്കൾക്ക് പോലും കൊച്ചു മദർസയിൽ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു മോമനിക്ക്. മദർസ വിടുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഓട്ടോറിക്ഷയായിട്ട് അവിടെ വന്നേക്കും.
അവിടെ നിൽക്കുമ്പോ പിള്ളേര് പറയും ഞങ്ങൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ. മരണപ്പെട്ടു പോയ ജ്യേഷ്ഠനും പേരക്കിടാമിനും വേണ്ടി ഒരുപാട് ദുആ ചെയ്യാനും അതിന്റെ പേരിൽ ഒരുപാട് അദ്ദേഹം വിഷമിച്ചു. അല്ലാഹു അവരുടെ ജീവിതത്തിൽ കൊടുത്ത മഹാസൗഭാഗ്യം, മക്കയിൽ ചെന്ന് ഹജ്ജിനും ഉംറയ്ക്ക് മുമ്പ് പോയതാണെങ്കിലും വീണ്ടും ആ പുണ്യഭൂമിയിൽ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും നടത്തിയിട്ട് സ്വന്തം മകന്റെയും ഭാര്യയുടെയും മുന്നിൽ വന്ന കലിമ ചൊല്ലി കൈകൊട്ടി മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു കൊടുത്തു. നല്ല മരണം, നല്ല മാസത്തിലാണ്, നല്ല സമയത്തിലാണ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാൾ മരിച്ചാൽ അവന് ഹിസാബില്ല. ഖാല റസൂലുള്ളാഹി. അങ്ങനെ മരിക്കണം നമ്മൾ. ഇവിടെ എല്ലാവരോടും നല്ല സീറ്റിങ്ങിലും എല്ലാ പക്കത്തിനും പള്ളിയിൽ വരുന്ന നല്ലൊരു വ്യക്തിത്വത്തിനോട് രണ്ടുവഴിയെ ഭയങ്കരമായി സ്നേഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മക്കളെ പിന്നെ പേരക്കിടാങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കിട്ടാത്ത എല്ലാം അദ്ദേഹത്തിന് പരലോകത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്നത് ഏതൊരു മനുഷ്യനും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ അല്ല. മരണം എന്നത് വളരെ സുനിശ്ചിതമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രതിപാദിച്ചു, അടുത്ത ബറാഅത്തിന് ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന് അല്ലാഹു തആല തീരുമാനിച്ചത് കഴിഞ്ഞ ബറാഅത്തിനാണ്. കഴിഞ്ഞ ബറാഅത്തിന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, മാമുനിക്ക ഈ ബറാഅത്തിന് മുമ്പ് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് യാത്രയാകുമെന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗിച്ചുള്ളൂ. ഈ ഇരിക്കുന്നതിൽ പലരും ഇനി വരുന്ന റമദാനിലേക്ക് നമ്മൾ ആരൊക്കെയാ ഉണ്ടാകുമെന്ന് അല്ലാഹു മാത്രം അറിയൂ. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവന്റെ ഖബറിലേക്ക് ശാശ്വതമാണ്. ജീവിതകാലത്ത് നന്മയില്ലാത്തവനാണെങ്കിലോ മരിച്ച ഏതൊരു വ്യക്തിയുടെയും നന്മതിന്മകൾ തൂക്കുമ്പോൾ നന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ അവൻ ചെയ്തതായ തിന്മയേക്കാൾ ഒരു പടി മുന്നിൽ അവന്റെ നന്മയാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിന് അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചവൻ പുറത്തു വരും. എത്ര വലിയ കൊടിയ കുറ്റങ്ങൾ ചെയ്താലും പടച്ചവൻ പുറത്തു വരും. പക്ഷെ അവന്റെ നന്മ അധികരിച്ചിരിക്കണം. കൊലപാതകം എന്നത് ഒരു മനുഷ്യൻ 99 പേരെ കൊന്നു. കൊലപാതകം എന്നത് സബഉൽ മൂബിഖാത്താണ്. ഇസ്ലാമിൽ കൊല എന്നാൽ 7 വൻപാപങ്ങളിൽ ഒരു കൊല എന്താണ്, ഒരു കുറ്റമാണ്. 99 പേരെ കൊന്ന മനുഷ്യനുണ്ടല്ലോ, അവനൊരു ക്രിസ്തീയ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ 99 പേരെ കൊന്നിട്ട് വരുന്നതാണ്, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, നീ 99 പേരെ കൊന്നവനല്ലേ, നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്നുകളഞ്ഞു. അപ്പൊ 100 പേരായി. 100 പേരെ കൊന്നതിനു ശേഷം ഒരു മതപണ്ഡിതനായ ഒരു പണ്ഡിതന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എനിക്ക് മാപ്പുണ്ടോ, ഞാൻ 100 പേരെ കൊന്നവനാണ്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് മാപ്പുണ്ട്. തൗബയുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, നിനക്ക് മാപ്പുണ്ട്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി തൗബ ചെയ്താൽ നിനക്ക് മാപ്പുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. തൗബ ചെയ്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 100ഓളം പേരെ കൊന്നിട്ട് പോയവൻ വിജനമായ മരുഭൂമിയിലൂടെ തൗബ ചെയ്ത് നടന്നു പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. മലക്കുകൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മലക്കുകൾ അവന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നന്മയുടെയും തിന്മയുടെയും മലക്കുകൾ വന്നു. അവന്റെ നന്മകൾ അളന്നു നോക്കുമ്പോൾ തിന്മയേക്കാൾ ഒരു ചാൻ മുന്നിലുള്ളത് കൊണ്ട് അവൻ ചെയ്ത 100 കൊലപാതകങ്ങളും അല്ലാഹു തആല അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച തൗബയുടെ പേരിൽ, തൗബ അന്വേഷിച്ച് പോയതിന്റെ പേരിൽ, ഒരു ചാൻ തിന്മയേക്കാൾ കൂടുതലുള്ളതിന്റെ പേരിൽ അവനെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു നന്മയും നിസ്സാരമല്ല.
ഏതൊരു മനുഷ്യനും മരിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് അവൻ അറിയാൻ കഴിയും. ഏതൊരു വ്യക്തിക്കും ഞാൻ ഇന്ന ദിവസം മരിക്കുമെന്നറിയാൻ കഴിയും. പക്ഷേ പുറത്താരോടും അവനത് പറയില്ല. നല്ലവനാണെങ്കിൽ അല്ലാഹു തആല അവനെ കാണിച്ചു കൊടുക്കുന്നത് നരകമാണ്. മരിക്കുന്നതിന്റെ 40 ദിവസം മുന്നേ അവന്റെ ഉപബോധ മനസ്സിലാണത് തോന്നിക്കുക. അങ്ങനെ നല്ലവനാണെങ്കിൽ അവൻ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത് നരകമാണ്. ആ മരിക്കുന്നതിന് മുന്നേയുള്ള 40 ദിവസവും അയാൾ വളരെ പ്രയാസത്തിലായിരിക്കും. മരിക്കുന്നതിന് മുന്നേ നരകം കാണിച്ചു കൊടുക്കും നല്ല ആളാണെങ്കിൽ. അങ്ങനെ ആ മരിക്കുന്ന ആ ദിവസങ്ങളിൽ ആ 40 ദിവസവും വളരെ പ്രയാസത്തിലായിരിക്കും, വിഷമിച്ച് ദുഃഖിതനായി. മാമൂനിക്കാനെ പല സമയത്തും ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പോകുന്നതിന് തലേ ദിവസവും എനിക്ക് വളരെ പ്രയാസമുള്ളതായിട്ടാണ് തോന്നിയത്. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്നതിന്റെ 40 ദിവസം മുന്നേ അവൻ അറിയാൻ പറ്റും. അങ്ങനെ നരകം കാണിച്ചു കൊടുക്കുമ്പോൾ മരണത്തിന് മുന്നേയുള്ള 40 ദിവസം അവൻ അതീവ ദുഃഖിതനായിരിക്കും. മോശമായ ആളാണെങ്കിൽ അവൻ അല്ലാഹു തആല സ്വർഗം കാണിച്ചു കൊടുക്കുമെന്നാണ്. പിന്നെയുള്ള 40 ദിവസം അവൻ വളരെ ചിരിയിലും കളിയിലും തമാശയിലുമായിരിക്കും. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഏതൊരു മനുഷ്യനും അറിയാൻ കഴിയും. വരുന്നത് നമ്മളിലേക്ക് അടുത്ത വെള്ളിയാഴ്ചയാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവ് നമ്മളിലേക്ക് സമാഗതമായാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ മാസമാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധന്യമാക്കേണ്ട മാസമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച മാസമാണ് ശഅബാൻ. റമളാനിന് മുന്നേയുള്ള മാസമായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ കറകളെ നമ്മൾ നീക്കം ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. നന്മകൾ അധികരിപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കറകൾ ഉണ്ടാകും. കുറ്റങ്ങൾ കൊണ്ട് കറുത്ത പുള്ളികൾ വീണതായിരിക്കും. ആ ഹൃദയത്തിന്റെ കറകളെ നമ്മൾ മാറ്റിക്കളയണം. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ പെയിന്റ് അടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ പെയിന്റുകളെയും കൂർപ്പായകളെയും നമ്മൾ ഇങ്ങനെ ചിരണ്ടിക്കളയും. നന്നായി അത് ക്ലീൻ ചെയ്തതിന് ശേഷമേ അതിനകത്തേക്ക് നമ്മൾ പുതിയ പെയിന്റ് അടിക്കുന്നത്. ഈ കാണുന്ന മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള പുല്ലുകൾ മുഴുവനും നമ്മൾ കളകൾ മുഴുവനും നീക്കിക്കളയും. അല്ലേ? പാടത്ത് വിത്ത് വിരിയാനാണ്, വിത്തിടാനാണെങ്കിലും ഞാറ് നടാനാണെങ്കിലും കൃഷി ഇറക്കാനാണെങ്കിലും അവിടെയുള്ള എന്താണ് പാഴായി കിടക്കുന്ന പുല്ലുകളെ നമ്മൾ നീക്കം ചെയ്യും. അതിനുശേഷം ആ ഭൂമി എന്താണ് നല്ലതുപോലെ വരണ്ട് ചാരവും ചാണാനും അതുപോലെ വളവുമെല്ലാം ഇട്ടതിന് ശേഷമാണ് അതിനകത്ത് നല്ല വിത്തുകൾ നമ്മൾ ഇറക്കുന്നത്. ഇതുപോലെയാവണം ഓരോ മുസ്ലിമിനും റമളാൻ വരുമ്പോഴേക്കും അവന്റെ ഹൃദയത്തിൽ മുന്നോടിയായി 2 മാസമെങ്കിലും മുന്നേ അവൻ റമളാനിന് വേണ്ടി ഒരുങ്ങണം. റമളാനിൽ എത്തിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ആ റമളാനിനെ സ്വീകരിക്കാൻ പറ്റുന്നത് മഹാസൗഭാഗ്യമാണ്. ഹൃദയത്തിൽ എല്ലാം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കിയിട്ട് വേണം റമളാനിനെ ഇങ്ങനെ സ്വീകരിക്കാൻ. വരുന്നത് ബറാഅത്ത് രാവാണ്. എന്താണ് ബറാഅത്ത് രാവിന്റെ പ്രത്യേകത? മഹദിയായ ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി അല്ലൈലത്തു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന വലില്ലാഹി ഫീഹാ ഇത്ഖാഉ മിനന്നാർ. എന്താണ് ലൈല, എന്താണ് ബറാഅത്ത് രാവിന്റെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസമാണെന്ന്. ഒരുപാട് ആളുകൾ ഇങ്ങനെ നരകത്തിൽ കിടക്കുമ്പോ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്.
എന്തിനു വേണ്ടി എങ്ങനെയാണ് മോചിപ്പിക്കുന്നത്? മിൻ ശഅബാന വലില്ലാഹി ഫീഹാ ഇത്ഖാഹും മിനന്നാർ, നരകത്തിൽ നിന്നും അവരെ ഫ്രീ പാസ് കൊടുത്ത് സ്വർഗത്തിലേക്ക് വിടുന്ന രാത്രിയാണ്. കൽബ് ഗോത്രക്കാരുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രോമമുള്ളത് കൽബ് എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ആടിന്റെ ശരീരത്തിലാണ്. കൽബ് ഗോത്രക്കാരുടെ അവർ വളർത്തുന്ന ആടിന്റെ ശരീരത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിങ്ങനെ രോമമാണ്. ഒരു ഉദാഹരണമായി നബി തങ്ങൾ പറഞ്ഞത് കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ ശരീരത്തിന്റെ രോമങ്ങളെക്കാൾ അല്ലാഹു തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. لا ينظر الله فيها إلى مشرك ولا إلى مشاهن ولا إلى قاطع رحم ولا إلى مسبل ولا إلى عاقل الوالدين ولا إلى مدمن خمر شفيعنا رسول الله. ഇനി പറയാൻ പോകുന്ന 6 വിഭാഗം ആളുകളെ അല്ലാഹു തആല തിരിഞ്ഞു പോലും നോക്കാത്ത രാത്രിയാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും അല്ലാഹു തആല നരകമോചനം കൊടുക്കും. ബറാഅത്ത് രാവിൽ കോടാനുകോടി വരുന്ന ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇനി പറയാൻ പോകുന്ന 6 വിഭാഗം ആളുകൾ, അവർ എത്ര നന്മ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. അവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യൻദുറുല്ലാഹു, അല്ലാഹു നോക്കുക പോലും ചെയ്യില്ല, ഇലാ മുശ്രിക്കീൻ, ഈ രാത്രിയിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷേ മുശ്രിക്കായ മനുഷ്യനുണ്ടെങ്കിൽ, കാഫിറായവനാണെങ്കിൽ ഒരിക്കലും അല്ലാഹു അവനെ പുറത്തു കൊടുക്കുന്നതല്ല. ഖാല റസൂലുള്ളാഹി. മുശ്രിക് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അല്ലാഹു അല്ലാതെ വേറെ ഒരാൾ ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കലാണ്. ജ്യോത്സ്യന്റെ അടുത്ത് പോയി കണക്ക് നോക്കുന്നവൻ മുശ്രിക്കാണ്. മനുഷ്യന്റെ ഖദറും മനുഷ്യന്റെ തീരുമാനങ്ങളും എല്ലാം അല്ലാഹു തആല എഴുതി വെച്ചതാണ്. മാമൂനിക്ക മരിക്കണമെന്നത് അല്ലാഹുവിന്റെ ഖലാണ്. പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജും ഉംറയും നിർവഹിച്ച് ഭാര്യയുടെയും മൂത്ത മകന്റെയും മുന്നിൽ നിന്ന് കലിമ ചൊല്ലി മരിക്കാനെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഞാനും നിങ്ങളും എങ്ങനെ മരിക്കുമെന്നത് അല്ലാഹുവിന്റെ ഖദറിലുള്ള, അല്ലാഹു അവന്റെ ഖദറിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. മുശ്രിക്കായ മനുഷ്യനുണ്ടോ? ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവനുണ്ടോ? ഈ ലോകത്ത് അല്ലാഹു പൊറുക്കാൻ പ്രയാസപ്പെടുന്ന കൊടിയ പാപമാണ് ശിർക്ക്. ഈ ശിർക്ക് ചെയ്യുന്നവനെ അല്ലാഹു തആല ബറാഅത്ത് രാവിൽ നോക്കുക പോലും ചെയ്യില്ല. ശഫീഉനാ റസൂലുള്ളാഹി. വിശദമായി പറയാൻ സമയമില്ല. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ ഇലാ മശാഹിനീൻ, പരസ്പരം തർക്കിച്ചിരിക്കുന്നവർ. വഴക്കുകൂടിയതാണ്. സ്വത്തിന്റെ പേരിൽ സ്വത്ത് വീതം വെച്ചപ്പോ ചേട്ടനും അനിയനെ ഇത്തിരി കൂടിപ്പോയി, അതിനുശേഷം മിണ്ടിയിട്ടില്ല. പരസ്പരം വഴക്കടിച്ചിരിക്കുന്ന മുസ്ലിമേ, നീ ചെയ്യുന്ന നന്മകളും തിന്മകളും അത് അല്ലാഹു തആല എത്ര നന്മ ചെയ്താലും അത് അല്ലാഹു തആല തിരിഞ്ഞു നോക്കൂല. നിന്റെ സഹോദരനോട്, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പല്ല് കാണാതെ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് എല്ലാ പിണക്കങ്ങളും തീർത്ത് സ്നേഹത്തോടെ കഴിയുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു കാരുണ്യവും ചെയ്യുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. എത്ര നമ്മൾ സലാം പറഞ്ഞാലും മടക്കൂല എങ്കിൽ പോലും, മൂത്താപ്പയാണ് സലാം പറഞ്ഞാ മടക്കൂല, നേരെ നോക്കും കൂടി ചെയ്യൂല. എന്നാലും നമ്മുടെ മനസ്സിൽ ഇതെന്റെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ്, ഇതെന്റെ മൂത്താപ്പയാണ് എന്നുള്ള ബഹുമാനവും സ്നേഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം.
എത്ര വഴക്ക് കൂടിയാലും പണ്ട് വല്യാപ്പായായിട്ടുണ്ടായ വഴക്കാ മക്കളായിട്ട് ഇപ്പൊ കണ്ടാ മിണ്ടൂല. ഇത് ഗുരുതരമായ തെറ്റാണ്. നബി തങ്ങൾ പറയുന്നു, ബറാഅത്ത് രാവിൽ അല്ലാഹു നോക്കാത്ത രണ്ടാമത്തെ വിഭാഗം വലാഇല മുശാഹിനീ, പരസ്പരം തർക്കിച്ചിരിക്കുന്ന വഴക്ക് കൂടി പിരിഞ്ഞിരിക്കുന്ന ഈ ജനങ്ങളെയും അല്ലാഹു തആല നോക്കൂല. കുടുംബബന്ധം മുറിച്ച മുസ്ലിമേ, നിന്നെയും അല്ലാഹു നോക്കൂല. ശഫീഉനാ റസൂലുള്ളാഹി. കുടുംബബന്ധം മുറിച്ചവൻ ചുമ്മാ ഗീബത്തും നമീമത്തും പറഞ്ഞ് എല്ലാ കുടുംബത്തിലും ഈ മക്കള് വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുവരെ എല്ലാവരും നല്ല ഐക്യത്തിലാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയും പോലെ ചേട്ടൻ കേൾക്കൂ, ഭാര്യ പറയും പോലെയാണ് അനിയൻ കേൾക്കൂ, നാത്തോനും കൂടെ ഉണ്ടെങ്കിൽ നാത്തോനും ഉമ്മാടെ കൂടെ കൂടും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുടുംബത്തിലും ഇങ്ങനെ പ്രശ്നമാണ്. ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയുണ്ടെങ്കിൽ അത് കുടുംബബന്ധമാണ്. ശഫീഉനാ റസൂലുള്ളാഹി. കുടുംബബന്ധം എന്നത് അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടവനാണ്. അത് മുറിക്കുന്നവനെ അല്ലാഹു മുറിക്കുന്നതാണ്, അത് ചേർക്കുന്നവനെ അല്ലാഹു ചേർക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കാത്ത വഴക്കിട്ട് നിൽക്കുന്ന മുസ്ലിമേ, അടുത്ത വെള്ളിയാഴ്ച ബറാഅത്ത് രാവ് നിന്നിലേക്ക് വരുന്നതിന് മുമ്പ് നിന്റെ കുടുംബങ്ങളുടെ ഇടയിലുള്ള ഭിന്നത നീ മാറ്റിക്കോ, നന്മകൾ അധികരിപ്പിച്ചോ, സലാം കൊണ്ട് തുടങ്ങിക്കോ. ഖാല റസൂലുള്ളാഹി. മൂന്നാമത് അവിടെന്ന് പറയുന്നു, വലാ ഇലാ മുസ്ബിലീ, അഹങ്കാരത്തോടുകൂടെ കണ്ണം കാലിന് താഴെ വസ്ത്രങ്ങൾ വലിച്ചിഴച്ച് നടക്കുന്ന മുസ്ലിമേ, നിന്നെയും അല്ലാഹു നോക്കുകയില്ല. ഖാല റസൂലുള്ളാഹി. എല്ലാ സ്കൂളിലും ചെന്നാൽ കാണാൻ പറ്റും, മക്കളുടെ ജീൻസ് ഇങ്ങനെ നിലത്തോടെ കിടന്നു അറിയുന്നു. എന്നിട്ട് അതിങ്ങനെ മടക്കി വെച്ച് എല്ലാം പള്ളിയിൽ വന്ന് നല്ല റാഹത്തായി വന്ന് നിസ്കരിച്ച് ഇങ്ങനെ മടക്കി കയറ്റി. ആ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ചെളി ആ പാന്റിന്റെ അടിയിലുണ്ട്. എന്നിട്ട് മൂത്രപ്പുരയിലും ബാത്റൂമിലും ബസ് സ്റ്റാൻഡിലും കളിക്കാനും ഗ്രൗണ്ടിലും ഒക്കെ പോയി അതെല്ലാം കൂടി ഇങ്ങനെ മടക്കി തീർത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് സഫിൽ വന്ന് നിൽക്കും. മുട്ടി നിൽക്കുന്നവന്റെ നിസ്കാരം ബാത്തിലാകും. അത് മുട്ടി ആരെല്ലാം നിന്നാലും അവരുടെ ഒക്കെ നിസ്കാരം ബാത്തിലാകും. കണ്ണങ്കാലിന്റെ താഴേക്ക് വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്ന മുസ്ലിമേ, നിന്നെയും അല്ലാഹു നോക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. സാക്ഷാൽ ഫറോവ പോലും രണ്ട് കാര്യങ്ങളിൽ അല്ലാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഫറോവ ജീവിതത്തിൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹം എപ്പോ വസ്ത്രം ധരിച്ചാലും കണ്ണങ്കാലിന്റെ മുകളിൽ വസ്ത്രം ധരിക്കും. എപ്പോ ഭക്ഷണം കഴിച്ചാലും വിരലുകൾ ഇങ്ങനെ ചപ്പി നുണയും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാക്ഷാൽ ഫറോവക്ക് പോലും അല്ലാഹു തആല ശിക്ഷയിൽ ഇളവുണ്ടെന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നിസ്സാരമായി നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും മുസ്ലിമേ, അശ്രദ്ധ മൂലം നിന്റെ കണ്ണങ്കാലിന്റെ താഴേക്ക് നീ ഇടുന്ന വസ്ത്രങ്ങൾ ഇറങ്ങല്ലേ. അത് നിനക്ക് ബറാഅത്ത് രാവിൽ അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കാൻ അത് തടസ്സമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആറാമതായി അവിടുന്ന് പഠിപ്പിക്കും. അഞ്ചാമതായി പഠിപ്പിക്കുന്നു, വലാ ഇലാ ആഖിൽ വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? മാതാപിതാക്കളെ ആക്രമിക്കുന്നവരോ മാതാപിതാക്കളോട് ദേഷ്യം വെച്ച് നടക്കുന്നവരോ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ എന്ത് കുറ്റം ചെയ്താലും, അവർ നമ്മളോട് എത്ര വേർതിരിവ് കാണിച്ചാലും, അവരെത്ര നമ്മളെ മക്കളുടെ ഇടയിൽ തരംതിരിച്ചാലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നത് ഖുർആനിന്റെ അധ്യാപനമാണ്. വലിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്നവനുണ്ടല്ലോ, അവൻ ചെയ്യുന്നത് സബഉൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ ഒരു മടിയും കാണിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യാത്തവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. ജീവിതകാലത്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ല നബിയെ, അവര് മരണപ്പെട്ടു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അവർ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ച് അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്ത് ദിക്റുകൾ ചൊല്ലിയാൽ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നീ ചെയ്യുന്ന നന്മകൾ അപ്രകാരമാണോ അപ്രകാരം അതവർക്ക് എഴുതപ്പെടുമെന്ന് കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിച്ചവനോ റഹ്മത്തിന്റെ നോട്ടം ബറാഅത്ത് അല്ലാഹു നോക്കൂല. വല ഇലാ മുദ്മിനി ഖംറിൻ, കള്ള് കുടിക്കുന്നവനും കള്ളുകുടി സർവ്വവ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ മക്കൾ എന്താണ്, അവർ അതിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കള്ള് കുടിക്കുന്നവനിലേക്കും അള്ളാഹു തആല കള്ള് സ്ഥിരമായി കുടിക്കുന്നവനുണ്ടല്ലോ, ഖുർആൻ നിഷിദ്ധമാക്കിയ ഘട്ടം ഘട്ടമായി അല്ലാഹു ഹറാമാക്കിയ ഈ സാധനമുണ്ടല്ലോ ലഹരിയാണ്. കുല്ലു മുസ്കിരിൻ ഹറാം വ കുല്ലു ഹറാമിൻ ഫിന്നാർ. എല്ലാ ലഹരി വസ്തുക്കളും ഹറാമാണ്, എല്ലാ ഹറാമുകളും നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ പറയുന്ന 6 പേരിലേക്ക് അല്ലാഹു തആല നോക്കുക പോലും ചെയ്യാത്ത പരിശുദ്ധമായ രാത്രിയാണ് ബറാഅത്ത് രാവ്. കോടാനുകോടി അടിമകൾക്ക് അല്ലാഹു അവന്റെ നരകമോചനം കൊടുക്കുന്ന രാത്രിയാണ്. അത് വരുന്ന വെള്ളിയാഴ്ച രാത്രിയാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതണം, ആഖിബത്ത് നന്നാവാൻ, ഈമാൻ സലാമത്താവാൻ, അതുപോലെ ഭക്ഷണത്തിലെ വിശാലതയ്ക്ക് ഇങ്ങനെ 3 യാസീൻ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതണം. പിന്നെയോ അതിന്റെ പകൽ ബറാഅത്ത് ദിനം ശനിയാഴ്ചയാണ്. അന്ന് പകല് സുന്നത്ത് നോമ്പെടുക്കൽ വളരെ പുണ്യമാണ്. നമ്മുടെ അമലുകൾ ഒരു വർഷത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോവുകയും നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ ജീവിതവും എല്ലാം അള്ളാഹു നിശ്ചയിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നോമ്പുകാരായിരിക്കുന്നതും വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ശഅബാൻ 15 ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ചയാണ്. ആ ദിവസവും എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാമുനിക്കാട് വീട്ടില് ഇന്ന് മഗ്രിബ് കഴിഞ്ഞ് ദിക്റുണ്ട്. അദ്ദേഹത്തെ മിക്കവാറും ഇന്ന് അസറോട് കൂടി അവിടെ ഖബറടക്കം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് മഗ്രിബിന് പള്ളിയിൽ കൂടുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇവിടെ നിസ്കരിക്കണമെന്നാണ് മകൻ അഫ്സൽ അറിയിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സമയത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് അറിയിക്കും. ഒരു 99% ഇന്ന് അസറോട് കൂടി അവിടെ ഖബറടക്കം നടത്തുമെന്നാണ് അറിയിച്ചത്. അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാ അതുപോലെ അദ്ദേഹവുമായി പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ആരെങ്കിലൊക്കെ നടത്തിയിട്ടുണ്ടാവാം. കാരണം അദ്ദേഹം ഒരു വണ്ടി പ്രസ്ഥാനമായി നടന്ന വ്യക്തിയാണ്. പലരിൽ നിന്നും പല സാമ്പത്തിക ഇടപാടുകളും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ റഫീഖോ അദ്ദേഹത്തിന്റെ മകൻ അഫ്സലോ അല്ലെങ്കിൽ ഗൾഫിലുള്ള അനസ് 3 പേരുമായി ബന്ധപ്പെട്ടാൽ അത് പറഞ്ഞു പൊരുത്തപ്പെടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങി സ്വീകരിക്കുക ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ ദിവസവും 7 വരെ ഇവിടെ ഫാത്തിഹ ഓതാനും ഒക്കെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 3 സഹോദരന്മാർ സംഭാവന. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ സഹോദരൻ സംഭാവന. മാതാവിന്റെ അസുഖങ്ങൾ മാറുവാനും ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന. പ്രത്യേകം ദുആ ചെയ്യാൻ സഹോദരൻ സംഭാവന. മക്കളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കാനും മക്കളുടെ ഖൈറായ ഭാവിക്ക് മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്താനും വേണ്ടി ദുആ ചെയ്യാൻ. അതുപോലെ നമ്മുടെ ഈ പള്ളിയില് പൊതുപരീക്ഷ നടക്കുകയാണ്. നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയും ശനി ഞായർ തിങ്കൾ 3 ദിവസം നമ്മുടെ മക്കളുടെ പൊതുപരീക്ഷ ഇവിടെ നടക്കുകയാണ്. 2 ഉസ്താദന്മാർ ഇവിടുന്ന് പോകും, 2 ഉസ്താദന്മാർ ഇങ്ങോട്ട് വരും. ഇനി ളുഹറിന് വരുമ്പോ ഖത്തീബിനെ കണ്ടില്ല, പുള്ളി എവിടെ പോയി എന്നൊന്നും ചോദിച്ചു ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കണ്ട.
അത് ഇവിടെ അടുത്ത് തന്നെ കോതമംഗലം മൂവാറ്റുപുഴ ആ 2 റേഞ്ചിലെ സംയുക്തമായിട്ടാണ്. അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കിട്ടും. അപ്പൊ ഇവിടെ വരുന്ന പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. അവരുടെ ഒരു ശ്രദ്ധ വേണം. അവര് പരീക്ഷയ്ക്ക് പോകുന്നതും വന്നതും എല്ലാം പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇഞ്ചൂര് സ്വദേശിനിയായ ഒരു വിധവയും രോഗിയുമായ സഹോദരി സാമ്പത്തിക സഹായം തേടി വന്നിട്ടുണ്ട്. പുറത്തിരിക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, 3 സഹോദരങ്ങൾ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവേ, ദുനിയാവിൽ എന്തെന്ത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നിമിഷം നീ അത് പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കലിമ ചൊല്ലി സന്തോഷവാനായി കടങ്ങളൊന്നുമില്ലാതെ നിസ്കാരം ഖളാആക്കാതെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി പള്ളിയിലേക്ക് സദഖ ചെയ്തിരിക്കുന്നു നീ സ്വീകരിക്കണേ അല്ലാ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. എന്തെന്ത് മുറാദാണെങ്കിലും നീ ഹാസിലാക്കണേ റബ്ബേ. മാതാവിന്റെ അസുഖങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പ്രത്യേകമായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നീ സ്വീകരിക്കണേ റബ്ബേ. മനസ്സിന്റെ അകത്തളങ്ങളിലെ ആഗ്രഹങ്ങളെ അറിയുന്ന റബ്ബേ, എല്ലാം നീ സഫലീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുന്നു. ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. നല്ല ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ.